Hi English learners, welcome to SVK English classes. My name is Sunny Varkike. ഇന്നത്തെ ഫ്രേസ് ബൈ ദ സ്വെറ്റ് ഓഫ് വൺസ് ബ്രോ. സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർപ്പ്, നമ്മുടെ നെറ്റിയിലെ വിയർപ്പ്, ഉദ്ദേശിക്കുന്നത് അധ്വാനം, എഫർട്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം എഴുതിയെടുക്കുക. ഇതിനൊരു ബിബ്ലിക്കൽ കണക്ഷൻ ഉണ്ട്. ആഡം ആൻഡ് ഈവ് ഡിസൊബെയ്ഡ് ഗോഡ്, അങ്ങനെ വിശ്വസിക്കില്ലേ? അപ്പോൾ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇന്ന് തൊട്ട് ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്താണ്, ഇത്രയുള്ള ഫ്രീ ആയിട്ടുള്ള ലൈഫൊക്കെ പോകും. അതങ്ങനെ ഒരു കഥ അവിടെ കിടക്കുന്നുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ ഇവിടെ അർത്ഥം ബൈ ദ സ്വെറ്റ് ഓഫ് വൺസ് ബ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായ അധ്വാനം ആൻഡ് എഫർട്ട്. ഉദാഹരണം പറയാം, ബൈ ദ സ്വെറ്റ് ഓഫ് യുവർ ബ്രോ യു വിൽ ഈറ്റ് യുവർ ഫുഡ് അണ്ടിൽ യു റിട്ടേൺ ടു ദ ഗ്രൗണ്ട്. അത് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ എന്തിന്, ഹി ബിൽറ്റ് ഹിസ് ബിസിനസ് ഫ്രം സ്ക്രാച്ച് ബൈ ദ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ. അയാളുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രം, കഠിനാധ്വാനം ചെയ്ത് ഫ്രം സ്ക്രാച്ചിന് തുടക്കം മുതൽ അവൻ അധ്വാനിച്ച് അവനൊരു ബിസിനസ് എൻ്റർപ്രൈസ്, ഒരു എംപയർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ദേ ഏൺഡ് ദെയർ ലിവിങ് ബൈ ദ സ്വെറ്റ് ഓഫ് ദെയർ ബ്രോ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ് എവറി ഡേ. എല്ലാ ദിവസവും കൃഷിസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് അധ്വാനിച്ചാണ് അവരവരുടെ ജീവിതം നയിച്ചിരുന്നത്. ഇതാണ്. അപ്പോൾ സ്വെറ്റ് ഓഫ് ദ വൺസ് ബ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്ക് ആൻഡ് എഫർട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.